സാധാരണ എൻ്റെ ഒ പിയിലെത്തുന്ന പേഷ്യൻസ് പറയാറുള്ളത്, ഡോക്ടറെ എനിക്ക് പുറംവേദനയാണ്, വയറിൻ്റെ വലതു ഭാഗത്തായിട്ടൊരു കട്ടിപ്പുണ്ട്, ചെറുതായിട്ട് വേദനയുണ്ട്, കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും പുളിച്ചുതട്ടലും ഉണ്ട്. ഇത് സ്ഥിരമായി വരികയാണെങ്കിൽ നമ്മൾ നിർബന്ധമായും അതിൽ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. ഇനി നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടാണ്. ഇത് ആർക്കൊക്കെ വരുന്നു, ഇതെങ്ങനെ മാനേജ് ചെയ്യും, എന്തൊക്കെയാണ് ഇതിൻ്റെ ഗ്രേഡ്സ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. ഹായ്, ഐ എം ഡോക്ടർ അജീന ഷമീർ, ഡയറക്ടർ, ക്രിസന്റ് ഹോമിയോ ക്ലിനിക്, തിരൂർക്കാട്, മലപ്പുറം. സാധാരണ മുതിർന്നവരിൽ മാത്രം കണ്ടുവരുന്ന ഫാറ്റി ലിവർ എന്ന് കുട്ടികളിലും കോമൺ ആയിട്ട് കാണുന്നു. എന്താണ് അതിന് കാരണം? നമ്മുടെ ശരീരത്തിൽ ലിവറിൻ്റെ റോൾ എന്താണ് എന്നെല്ലാം നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ വയറിൽ വലതു ഭാഗത്തായിട്ട് മുകൾ ഭാഗത്ത് കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഓർഗനാണ് ലിവർ. രക്തത്തെ നിരന്തരമായി ശുദ്ധീകരിക്കുകയും നമ്മുടെ ശരീരത്തിലെത്തുന്ന എല്ലാ മാലിന്യങ്ങളും സംസ്കരിക്കുകയും ചെയ്യുന്ന ഓർഗനാണ് ലിവർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങളാവട്ടെ, കെമിക്കൽസ് ആവട്ടെ, മദ്യം, നമ്മൾ കഴിക്കുന്ന സ്റ്റീറോയിഡ് പോലുള്ള മെഡിസിൻസ്, ഇതെല്ലാം സംസ്കരിക്കുന്നത് ലിവറാണ്. ഈ ലിവറിൽ കൊഴുപ്പടിക്കുകയും അതിൻ്റെ നോർമൽ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ. പൊതുവേ ഇതിന് ലക്ഷണങ്ങളൊന്നും തന്നെ കാണുന്നില്ല. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു നെഞ്ചിരിച്ചിലോ പുളിച്ചു തേട്ടൽ, വയറിനൊരു കനം പോലെ തോന്നുക, പുറം വേദന, അങ്ങനെ വളരെ കുറഞ്ഞ ലക്ഷണങ്ങൾ മാത്രം കണ്ടുവരുന്ന ഇത് നമ്മൾ തുടക്കത്തിലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും സുഖപ്പെടുത്താവുന്ന ഒരു അസുഖമാണ്. എന്നാൽ നമ്മൾ കൃത്യമായി മാനേജ് ചെയ്തില്ലെങ്കിൽ ഇത് വളരെ ഗുരുതരമായ ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, ഇസോഫേഗൽ വാരിസസ് പോലുള്ള കണ്ടീഷനിൽ നമ്മൾ എത്തിക്കുന്നു. ഫാറ്റി ലിവറിലെ ഗ്രേഡ്സ് ഒന്ന് പരിചയപ്പെടാം. ഗ്രേഡ് 1, നമ്മുടെ ലിവറിലെ കോശങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല, എന്നാൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നുണ്ട്. ഈ ഒരു സ്റ്റേജാണ് ഗ്രേഡ് 1. ഇനി ഗ്രേഡ് 2, ലിവറിൽ കൊഴുപ്പടിഞ്ഞുകൂടുകയും ഇതിൽ ലിവറിലെ കോശങ്ങൾ ചെറിയ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഒക്കെ വരുത്തുകയും ചെയ്യുന്ന ഇതാണ് ഗ്രേഡ് 2. ഇതെല്ലാം റിവേഴ്സിബിളായുള്ള കണ്ടീഷനാണ്. ഇതിന് കറക്റ്റായിട്ട് തിരിച്ചറിയുകയും കറക്റ്റായിട്ട് നമ്മൾ മെഡിസിൻ കഴിക്കുകയും ചെയ്താൽ പൂർണ്ണമായി മാറ്റാവുന്ന കണ്ടീഷനുമാണ്. ഇത് നമ്മൾ പ്രോപ്പറായി നിയന്ത്രിച്ചില്ലെങ്കിൽ, നമ്മൾ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ മെഡിസിനൊന്നും കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഗ്രേഡ് 3 വരുന്നു. ഗ്രേഡ് 3 ആകുമ്പോഴേക്കും നമ്മൾ മുറിവുണങ്ങുന്ന പോലെ കാണുന്ന ചെറിയ കലകൾ നമ്മൾ ലിവറിലെ കോശങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഫൈബ്രോസിസ് ചേഞ്ചാണ്. ഇത് നമ്മുടെ ലിവറിനെ വളരെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇനി ഈ സ്റ്റേജ് 3 വരെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കണക്കാക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. അതാണ് ലാസ്റ്റ് സ്റ്റേജ്, ഗ്രേഡ് 4. ഇവിടെ ലിവർ പൂർണ്ണമായും ഷ്രിങ്ക് ചെയ്യുന്നു, ചുരുങ്ങിപ്പോകുന്നു, ലിവറിൻ്റെ ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഇവിടെ കംപ്ലീറ്റ് ലിവർ സിറോസിസ് ചേഞ്ചസിലേക്ക് മാറുന്നു. ഈ ഒരു അവസ്ഥ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ലിവറിനെ തിരിച്ചൊരു നോർമൽ സ്റ്റേജിലേക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇസോഫേഗൽ വാരിസസ് പൊട്ടുന്നു, ബ്ലീഡിങ് ഉണ്ടാവുന്നു, അങ്ങനെ മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഇനി ആർക്കൊക്കെ ഫാറ്റി ലിവർ വരുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. പൊതുവേ പൊണ്ണത്തടിയുള്ളവർക്ക്, സെഡൻറ്ററി ഹാബിറ്റ് ഉള്ളവർക്ക്, അത് എക്സസൈസോ കാര്യങ്ങളൊന്നും ചെയ്യാത്തവർക്ക്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, BP മെഡിസിൻ കഴിക്കാതെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാത്തവർക്ക്, ടൈപ്പ് 2 ഡയബറ്റീസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാത്തവർക്കും ഫാറ്റി ലിവറിലോട്ട് ചേഞ്ചസ് കാണാറുണ്ട്. കൊഴുപ്പടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുന്നവർക്ക് ഫാറ്റി ലിവർ കണ്ടുവരുന്നു. വളരെ ഫാസ്റ്റായിട്ട് വെയിറ്റ് കുറക്കാൻ ശ്രമിക്കുന്നവരിലും ഇത് കാണാറുണ്ട്. കീറ്റോ ഡയറ്റ്, അതുപോലെ ലോ കാർബ്, ഹൈ ഫാറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ, ഒരു മാസത്തിനുള്ളിൽ തന്നെ 5 മുതൽ 6 കിലോ വരെ വെയിറ്റ് കുറക്കുന്നവർ, ഇത് ലിവറിന് ടോക്സിക്കാണ്. അതുപോലെ തന്നെ ഒരു മാസത്തിൽ 3 കിലോ ഒക്കെ കുറക്കുക എന്നല്ലാതെ ഇത്രയും ഹ്യൂജ് വെയിറ്റ് കുറക്കാൻ പാടില്ല. അതുപോലെ വെയിറ്റ് കുറഞ്ഞ ആളുകൾ ഒരു മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് വെയിറ്റ് കൂട്ടാൻ, കൂടുതൽ ഫാറ്റ് കണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് വെയിറ്റ് കൂട്ടാൻ ശ്രമിക്കുന്നവരിലും നമ്മൾ ഫാറ്റി ലിവർ കാണുന്നുണ്ട്. സ്ഥിരമായി സ്റ്റിറോയിഡ് പോലുള്ള മെഡിസിൻസ് കഴിക്കുന്നവരിൽ, PCOD ഉള്ളവരിൽ ഒക്കെ നമ്മൾ ഫാറ്റി ലിവർ കാണുന്നു. ഇനി നമുക്കിതെങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം? പൊതുവേ നമ്മൾ അബ്ഡോമിനൽ USG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ കാണുന്നു. അത് ഗ്രേഡ് 1 ആവാം, 2 ആവാം. അങ്ങനെ
ഇനി ബ്ലഡിലാണെങ്കിൽ നമ്മൾ SGOT SGPT ലെവൽ കൂടുന്നു. പിന്നെ ഫൈബ്രോസിസ് സ്കാൻ ഉണ്ട്, അതിൽ നമ്മൾ ഫൈബ്രോസിസ് ചേഞ്ചസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അതിൻ്റെ സിവിയാരിറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലിവർ സിറോസിസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് CT സ്കാൻ ഉണ്ട്. പിന്നെ ലിവർ ബയോപ്സി വരെ ചെയ്യുന്നുണ്ട്, എന്താണ് ഇതിന് കാരണമെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഫാറ്റി ലിവർ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത് ഇതിൻ്റെ മാനേജ്മെൻറ്റാണ്. ദിവസവും 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെയെങ്കിലും റെഗുലറായിട്ട് നടക്കുക. കൂടുതൽ ഫാറ്റുള്ള കൂടുതൽ തടിയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് നടത്തം പോലുള്ള എക്സസൈസ് ചെയ്യുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അതുപോലെ ജമ്പിങ് പോലുള്ള എക്സസൈസ് ഒഴിവാക്കുക. കൂടുതൽ ഫാറ്റ് കണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ജങ്ക് ഫുഡുകൾ, കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ കലോറി കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പിസ്സ, ബർഗർ പോലുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് നമുക്ക് ലിവറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മധുരം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ചോക്ലേറ്റ്സ്, പിന്നെ വൈറ്റ് ബ്രെഡ്, ഇതൊക്കെ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൊക്കക്കോള, പെപ്സി, അതുപോലെ പാക്ക്ഡ് ജ്യൂസസ്, ഇതിലൊക്കെ ഹിഡൻ ഷുഗർ അടങ്ങിയതാണ്. ഇത് നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. അമിതമായി ചോറ് കഴിക്കുന്നത് ഒഴിവാക്കുക. ചോറിന് പകരം നമ്മൾ റാഗി, മില്ലറ്റ്സ്, ഓട്സ്, ഗോതമ്പ് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക മിതമായ അളവിൽ മാത്രം. ഭക്ഷണത്തിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളമായി ഉൾപ്പെടുത്തുക. അതിൽ ചീര, ബ്രൊക്കോളി, അതുപോലെ വെള്ളരി തുടങ്ങിയ എല്ലാവിധ പച്ചക്കറികളും കഴിക്കാൻ ശ്രമിക്കുക. നിർബന്ധമായും 6 to 7 hours ഉറങ്ങുക. കൂടാതെ ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം പോലുള്ള അസുഖങ്ങൾ എപ്പോഴും നമ്മൾ കൺട്രോളിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ലിവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഹോമിയോപ്പതി മെഡിസിൻ കൂടെ കഴിച്ചാൽ നമ്മൾ ഫാറ്റി ലിവർ എന്നുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അത് പേഷ്യൻസ് ഓരോരുത്തരെയും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ മാനസിക പ്രയാസങ്ങളും എല്ലാം കണക്കിലെടുത്ത് ലിവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള പാർശ്വഫലരഹിതമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ പൂർണ്ണമായിട്ടും നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഫാറ്റി ലിവർ കണ്ടീഷൻസൊക്കെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.